നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കുവൈറ്റിൽ കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചവർക്ക് ആരോഗ്യ മന്ത്രാലയം നൽകുന്ന സർട്ടിഫിക്കറ്റ് 3 തരത്തിലാണ്. കോവിഡ് ബാധിച്ചവരെ വ്യക്തമായി തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു സംവിധാനം ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് പച്ച നിറത്തിലുള്ള സർട്ടിഫിക്കറ്റ് ആണ് നൽകുന്നത്. കോവിഡ് ബാധിച്ച് രോഗമുക്തി നേടിയവർക്കും പച്ച നിറത്തിലുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് നൽകുന്നത്. എന്നാൽ ആദ്യ ഡോസ് വാക്സിൻ സ്വീകരിച്ചവരുടെ സർട്ടിഫിക്കറ്റിന്റെ നിറത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ട്. ഇവർക്ക് നൽകുന്നത് ഓറഞ്ച് നിറത്തിലുള്ള സർട്ടിഫിക്കറ്റ് ആണ്. രാജ്യത്ത് യാത്ര നടത്താനും ഷോപ്പിങ്ങിനായി പോകാനും മോളുകളിൽ പ്രവേശിക്കാനും ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ്. കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിന്റെ സ്റ്റാറ്റസ് കുവൈറ്റ് ഡിജിറ്റൽ സിവിൽ ഐഡിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഐഡിയുമായി ബന്ധപ്പെടുത്തിയാണ് വാക്സിൻ നൽകുന്നത്. ഇതിലൂടെ രാജ്യത്ത് എത്ര പേർ വാക്സിൻ സ്വീകരിച്ചു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഡിജിറ്റൽ സിവിൽ ഐഡി സാധാരണ സിവിൽ ഐഡി കാർഡുകൾ പകരമായി ഉപയോഗിക്കാവുന്നതാണ്. കുവൈറ്റ് മൊബൈൽ ഐഡി എന്ന പ്ലേ സ്റ്റോറിൽ നോക്കിയാൽ ആപ്പ് ലഭിക്കുന്നതായിരിക്കും. അതേസമയം വാക്സിൻ ക്ഷാമത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ കുവൈറ്റിന് ആശ്വാസമായി 4 ലക്ഷം ഡോസ് വാക്സിൻ കൂടി എത്തുന്നതായി റിപ്പോർട്ട്. ആസ്ട്രസെനക്ക ഓക്സ്ഫോർഡ് വാക്സിന്റെ 3ാമത്തെ ബാച്ച് അടുത്തയാഴ്ച ആദ്യത്തോടെ തന്നെ എത്തുന്നതായിരിക്കും. ആരോഗ്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് അൽ ഖബസ് പത്രം റിപ്പോർട്ട് ചെയ്തു. പലതവണ മുടങ്ങിയ ഷിപ്മെന്റാണ് അടുത്തയാഴ്ച എത്തുന്നതെങ്കിലും നിലവിലെ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇത് വലിയൊരു ആശ്വാസമാകുമെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. നേരത്തെ 2 ഘട്ടങ്ങളായി 3.5 ലക്ഷം ഡോസ് ഓക്സ്ഫോർഡ് വാക്സിൻ കുവൈറ്റിൽ എത്തിയിരുന്നു. ഇത് വിവിധ വിഭാഗങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുകയുണ്ടായി. എന്നാൽ ആഗോളതലത്തിൽ വാക്സിന്റെ ലഭ്യതയിലുണ്ടായ ക്ഷാമം കാരണം 3.5 ലക്ഷം ഫസ്റ്റ് ഡോസ് വാക്സിൻ എടുത്തവർക്ക് 2ാമത്തെ ഡോസ് നൽകാൻ സാധിക്കാത്ത പ്രതിസന്ധിയിലായിരുന്നു കുവൈറ്റ് അധികൃതർ. അതിനിടയിലാണ് ആശ്വാസമായി 4 ലക്ഷം ഡോസ് കൂടി എത്തുന്നത്. നേരത്തെ 1ാം ഡോസായി ഓക്സ്ഫോർഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് വാക്സിൻ ക്ഷാമം കാരണം നിശ്ചിത കാലാവധി കഴിഞ്ഞിട്ടും 2ാം ഡോസ് നൽകാൻ സാധിക്കാതിരുന്നത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. ഇത് മറികടക്കുന്നതിന് ഫൈസർ ഓക്സ്ഫോർഡ് വാക്സിനുകളുടെ 2 ഡോസുകൾക്കിടയിലെ ഇടവേള വർദ്ധിപ്പിച്ച് ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു. ഫൈസർ വാക്സിൻ എടുത്ത 60 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് 2ാം ഡോസ് എടുക്കാനുള്ള ഇടവേള 21 ദിവസത്തിൽ നിന്ന് 6 ആഴ്ചയാക്കിയാണ് ദീർഘിപ്പിച്ചത്. ഓക്സ്ഫോർഡിന്റെ 2 ഡോസുകൾക്കിടയിലെ ദൈർഘ്യം 12 ആഴ്ചയിൽ നിന്ന് 3 മുതൽ 4 മാസം വരെ ആക്കിയാണ് ഉയർത്തിയത്. വാക്സിൻ ക്ഷാമത്തിന്റെ പശ്ചാത്തലത്തിൽ 2ാം ഡോസായി ഓക്സ്ഫോർഡിന് പകരം ഫൈസർ വാക്സിൻ നൽകുന്നതിനെ കുറിച്ചും ആരോഗ്യ മന്ത്രാലയം ആലോചിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ആവശ്യം വരുന്ന പക്ഷം 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് പിന്നീട് ബൂസ്റ്റർ ഡോസ് കൂടി നൽകുന്ന കാര്യം ആലോചിക്കുമെന്നും മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.